ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു പെപ്പർ ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം കുരുമുളക് ഇച്ചിരി വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായി ആറാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളകും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമുളക് നന്നായി മാറിയതിന് ശേഷം നമ്മൾ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് 5 സവാളയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഒന്ന് ചെറുതായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി ഇടുമ്പോഴത്തേന് അത് തിന്നായിട്ട് തന്നെ കിട്ടും. അതിനെ നമ്മൾ സവാള അതിലേക്ക് ഇട്ട് നന്നായിട്ട് അടച്ച് വെക്കാതെ മൂപ്പിച്ചെടുക്കുകയാണ്. അടച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഉള്ളി മൂക്കാനുള്ളൊരു ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടച്ച് വെക്കാതെ ലേശം ഉപ്പും ഇട്ട് അതിനെ ഇച്ചിരി സമയം എടുത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിനെ നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ തന്നെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നതേ ഇല്ല. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവാണ്. പിന്നെ കുരുമുളക് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചക്കുത്തിൽ ഉണ്ടാകത്തില്ല. നമ്മൾ പൊടിയായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പച്ചക്കുത്തിലുണ്ടാവും. പിന്നെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മറ്റൊരു മസാലയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടിയില്ല, ഗരം മസാലയില്ല, ചിക്കൻ മസാലയില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളതിനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ. ആ സമയത്ത് നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനെ ഇളക്കി എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും, എണ്ണ ഒഴിച്ച് കൊടുക്കും. അങ്ങനെ അടച്ച് വെക്കാതെ തന്നെ അതിനെ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുകയാണ്. അതിനുശേഷം നല്ല ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. മറ്റൊരു മസാല ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതുകൂടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ അതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പറിനെ കുരുമുളക് നമ്മൾ ആഡ് ചെയ്ത് അതിനെ ഒന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്തിൽ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം, ഒട്ടും തന്നെ തരി വേണ്ട. അതിനുശേഷം നല്ല 2 പച്ച തക്കാളി, ഇച്ചിരി പുളിയുള്ള തക്കാളി തന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ മാത്രമാണ് ഞാനതിനെ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ എപ്പോഴും മൂടി വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കർ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വേവിക്കാൻ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലും എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ മാംസലയിൽ നിന്ന് ഉടഞ്ഞു പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിൽ അതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പാവുന്നിടം വരെ തന്നെ അതിനെ മൂടി വെച്ച് വേവിക്കും. അപ്പം അതിനെ നന്നായിട്ട് ഈ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ ആയിരുന്നു ചിക്കൻ കാണാനും. നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എനിക്ക് തോന്നുന്നു മറ്റപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. ഞാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നല്ല ബ്ലാക്ക് കളറിലെ ഗ്രേവി നോക്കി നല്ല കുറുകിയ ഗ്രേവിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം. അപ്പം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.